രാവിലെ ദേവ് ഉണർന്നപ്പോൾ മാധവ് പോയിരുന്നു. അവൾ ചുറ്റിനും ഒന്ന് നോക്കിയതും ടേബിളിൽ ഒരു നോട്ട് കണ്ടു. അവൾ പതിയെ എഴുന്നേറ്റ് അതെടുത്ത് നോക്കി. നന്ദുട്ടി, ഞാൻ ഇറങ്ങുക. ഇന്ന് തന്നെ ഞങ്ങൾ പാലക്കാട് പോകും. നമുക്കിനി കല്യാണത്തിന് കാണാം. അത്രമാത്രമായിരുന്നു ആ നോട്ടിലുണ്ടായിരുന്നത്. അവളൊരു പുഞ്ചിരിയോടെ ആ പേപ്പർ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് കട്ടിലേക്ക് കിടന്നു. കുറച്ച് സമയം കൂടി കിടന്ന ശേഷം അവൾ എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് ചെന്നു. ഡൈനിങ് ടേബിളിൽ അച്ഛനും അമ്മയും വിഷ്ണുവും ഇരിക്കുന്നത് കണ്ടെങ്കിലും അവൾ ആരെയും മൈൻഡ് ചെയ്യാതെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പ്രസാദിൻ്റെ ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി. ഹലോ, വാട്ട്? അയാൾ ഫോൺ എടുത്തും മറുവശത്തു നിന്നും പറഞ്ഞ വാക്കുകൾ കേട്ട് അയാൾ ഞെട്ടലോടെ എഴുന്നേറ്റു. എന്താച്ചാ? എന്താ പ്രസാദേട്ടാ? വിഷ്ണുവും നന്ദിനിയും അയാളോടായി ചോദിച്ചു. അത് ശ്രുതിക്കൊരു ആക്സിഡൻറ്റ്, സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അയാൾ പറഞ്ഞു കഴിഞ്ഞതും വിഷ്ണുവും നന്ദിനിയും ഒരു ഞെട്ടലോടെ അയാളെ നോക്കി. പ്രതീക്ഷിതായതുകൊണ്ട് ദേവുവിന് മാത്രം വലിയ ഞെട്ടലൊന്നുമില്ലായിരുന്നു. അവളൊരു ചെറു പുഞ്ചിരിയുടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. മറ്റു 3 പേരും അവളെ അത്ഭുതത്തോടെ നോക്കി നിന്നു. വിഷ്ണു, എന്താ ഒന്നും പറയാതെ? ഞാനെന്ത് പറയാനാ? അവൻ്റെ കയ്യിലിരിപ്പിനെ കിട്ടിയതാണെന്നീ ഞാൻ പറയൂ. ഫോണിൽ കൂടിയുള്ള ശ്രുതിയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു വിഷ്ണു. വിഷ്ണു, ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ സംസാരിക്കരുത്. ശ്രുതി അല്പം നീരസത്തോടെ പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ പെങ്ങളെ കയറി പിടിച്ചവനെ അഭിനന്ദിക്കണോ? വിഷ്ണു ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. വിഷ്ണു, അത് ശ്രുതിയേട്ടന് ഒരബദ്ധം പറ്റിയതാ. മാത്രമല്ല, എന്നാലും ദേവു ശ്രുതിയേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ, അത് കരുതിയാവോ അങ്ങനെ? മതി ശ്രുതി, നീ ഇനി അവനെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. അവൾ പറഞ്ഞു കഴിയും മുന്നേ ഫോണിൽ കൂടി അലറി. അവൻ്റെ അലർച്ച കേട്ട് ശ്രുതി എന്ന് ഭയന്നു. ഇനി മേലിൽ അവൻ്റെ കാര്യം എന്നോട് സംസാരിക്കരുത് ശ്രുതി. പിന്നെ അവനുമായിട്ടുള്ള ദേവുവിൻ്റെ കല്യാണം, അത് ഇനി ഒന്നുകൂടി ആലോചിച്ച് തീരുമാനിക്കാം. അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. അത് വിഷ്ണു, ശ്രുതി എന്തെങ്കിലും പറയും മുൻപേ ഫോൺ കട്ടായി. അവൾ ഫോൺ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തായി? അവൻ അടുക്കുന്നില്ലേ? അടുത്തിരുന്ന് ശ്രേയ ചോദിച്ചതും അവൾ ഒന്നും നടന്നില്ല എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. അതിനൊന്ന് മൂളിക്കണ്ട് അവൾ ചെയറിലേക്ക് ചാരിയിരുന്നു. നാളെയാണ് ശിവയുടെ വിവാഹം. ട്രിവാൻഡ്രത്തു നിന്നും ഒത്തിരി ദൂരമുള്ളതുകൊണ്ട് എല്ലാവരും തലേ ദിവസം തന്നെ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു. ദേവുവിനെ വിടാതിരിക്കാൻ പ്രസാദും വിഷ്ണുവും മാക്സിമം നോക്കിയെങ്കിലും ദേവുവിൻ്റെ വാശിക്ക് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അങ്ങനെ ശിവയുടെ കൂടെ ഗുരുവായൂർക്ക് ദേവുവും പുറപ്പെട്ടു. അവിടെ അവളെ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാതെ. സുധിയേട്ടൻ കിടക്കുവാണോ ആൻറ്റി? ഡൈനിങ് ടേബിളിൽ ഫുഡ് എടുത്ത് വെക്കുന്ന സുധിയുടെ അമ്മ രാധയോട് അകത്തേക്ക് വന്ന് ശ്രേയ ചോദിച്ചു. ആ ശ്രേയമോളോ, ഇതെപ്പോൾ വന്നു? അവളെ കണ്ട ഉടനെ രാധ സ്വരസിദ്ധമായ പുഞ്ചിരിയോടെ ചോദിച്ചു. ഇപ്പോൾ വന്നതേയുള്ളൂ ആൻറ്റി. ഞാനിന്ന് സുധിയേട്ടനെ കാണാൻ വന്നതാ. അവൻ കിടക്കുക മോളെ. ഒരു കാലും കൈയും ഒടിഞ്ഞത് കൊണ്ട് കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞത്. അവർ ഫുഡ് പാത്രത്തിലേക്ക് പകർന്നുകൊണ്ട് പറഞ്ഞു. അതിന് അവളൊന്ന് മൂളിക്കണ്ട് സുധിയുടെ മുറിയിലേക്ക് നടന്നു. സുധിയേട്ടാ. റൂമിനകത്തേക്ക് കയറിയ അവനെ വിളിച്ചതും കണ്ണിനെ കുറുകെ വെച്ചിരുന്ന ഒടിയത്ത കൈ അവനെടുത്ത് മാറ്റി. ആ, നീയോ? നീയെ പോന്നു? ഇപ്പോൾ വന്നതേയുള്ളൂ ഏട്ടാ. ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൾ അവൻ്റെ കട്ടിലിൻ്റെ അരികിലുള്ള ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. കുഴപ്പമില്ല. അതിനവളൊന്ന് മൂളി. ശേഷം അവനെ മൊത്തത്തിലൊന്ന് നോക്കി. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചതേട്ടാ? എനിക്കിതുവരെ അങ്ങോട്ട് മനസ്സിലായില്ല. അറിയില്ല, രാത്രിയായിരുന്നല്ലോ. പോരാത്തതിന് അവന്മാർ മുഖം മറിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നും ഒന്ന് എഴുന്നേറ്റോട്ടെ, കണ്ടുപിടിക്കും ഞാൻ എല്ലാത്തിനെയും. അവൻ പല്ലും ഞെരിച്ചുകൊണ്ട് പറയുന്ന കേട്ട് അവളൊന്ന് അവനെ നോക്കി. പിന്നെ എന്താ അവിടെ വിശേഷം? നിന്റെ മാധവൻ ലാൻഡ് ചെയ്തോ? ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അവിടുത്തെ വിശേഷമൊന്നും അറിയാൻ കഴിയുന്നില്ല. ഇല്ല, ഡൽഹിയിൽ തന്നെയാ. ജോലി സംബന്ധമായി എന്തോ ആവശ്യമാണത്രേ. ഞാൻ മീനുവിനെ വിളിച്ചപ്പോൾ അറിഞ്ഞതാ. അവൻ്റെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞു. അവളോ? വീട്ടിൽ തന്നെയായിരുന്നു. ഇന്നലെ ഗുരുവായൂർ പോയി. ഗുരുവായൂരോ? അവിടെ എന്തിനാ? അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ ഒരു കൂട്ടുകാരിയില്ലേ ശിവാനി, അവളുടെ കല്യാണമാണ്. അതിന് പോയേക്കുവാ. ഇത്ര ദൂരം? വിഷ്ണു വിട്ടോ? അവൾ വാശി പിടിച്ചു പോയതാ എന്നറിയാൻ കഴിഞ്ഞേ. അല്ലെങ്കിലും അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം വിഷ്ണു അവളോട് കൂടുതൽ അങ്ങനെ എതിർത്ത് സംസാരിക്കാറില്ല. അവൾ നീരസത്തോടെ പറയുന്ന കേട്ട് അവൻ തലയിന്ന് കുടഞ്ഞു. ഹോ, അപ്പോൾ വിഷ്ണു മാറുകണ്ഠം ചാടിയതുകൊണ്ട് ഇനി എനിക്ക് അവളെ ഒരിക്കലും കിട്ടില്ല അല്ലേ ശ്രേയ? അങ്ങനെ പറയാൻ പറ്റില്ല. വിഷ്ണുവിനിപ്പോൾ ചെറിയൊരു പെങ്ങൾ സ്നേഹം പൊട്ടിമുളച്ചു. അതുകൊണ്ടാണ് അവൻ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. അത്രയുള്ളൂ. ആ പൊട്ടിമുളച്ച സ്നേഹം ആടാപടലം വീട്ടിക്കളയാൻ ശ്രുതിക്കറിയാം.
കുറച്ച് സമയം എടുക്കുമെന്നേയുള്ളൂ. ചുണ്ട് കടിച്ചു പിടിച്ച് അവൻ പറയുന്ന കേട്ടതും അവൾ പുച്ഛത്തോടെ പറഞ്ഞു, ഈ ശ്രുതിയെന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വീത്തിനെയും സ്വന്തമാക്കിയിട്ടേയുള്ളൂ. അവൻ മുഖത്ത് വിരിഞ്ഞ ക്രൗര്യത്തോടെ പറയുന്ന കേട്ടതും ശ്രേയ അവനെ സംശയത്തോടെ നോക്കി. അവളിപ്പോൾ സന്തോഷിക്കട്ടെ. ഞാൻ ഈ കിടപ്പിൽ നിന്നും എഴുന്നേൽക്കുന്ന നിമിഷം അവളെ അവസാനമായിരിക്കും എൻ്റെ ഈ കാൽ കീഴിൽ കൊണ്ട് കിടത്തും ഞാൻ അവളെ. അവൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറയുന്ന കിടത്തും അവളുടെ ചുണ്ടിലും പുച്ഛത്തിൽ കലർന്ന ചിരി വിടർന്നു. കൊല്ലരുത്, അവളെ കൊല്ലാതെ കൊല്ലണം. അവൾ ആഗ്രഹിച്ച ജീവിതം ഞാൻ ജീവിച്ചു തീർക്കുന്നത് നെഞ്ചി പൊട്ടുന്ന വേദനയുടെ കാണും അവൾ. അതോടൊപ്പം ഇഷ്ടമില്ലാത്ത ഒരുത്തിനോടൊപ്പം അവളുടെ ജീവിതം എരിഞ്ഞു തീരണം. എന്നാൽ എൻ്റെ മാധവനെ മോഹിച്ച അവളോടുള്ള എൻ്റെ പക അവസാനിക്കൂ. അവൾ ക്രൂരതയോടെ പറഞ്ഞതും അവനൊരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നെ അതൊരു ചിരിയായി മാറി, മോഹിച്ചത് കൈപ്പിടിയിൽ ഒതുക്കുന്നവൻ്റെ ചിരി. അപ്പോഴേക്കും അവനുള്ള ആഹാരവുമായി രാധ അവിടേക്ക് വന്നു. എങ്കിൽ ഞാൻ ഇറങ്ങുക സുധിയേട്ടാ, ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോളെ, അവൾ അവനോട് പറഞ്ഞുകൊണ്ട് എഴുന്നേരത്തും രാധ അവളോട് പറഞ്ഞു. വേണ്ട ആൻറ്റി, പോയിട്ട് തിരക്കുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി. രാധ സുധിയുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് അവന് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. സ്റ്റോപ്പ് ഇറ്റ് ശ്രുതി, മെയിൽ ഇതുപോലുള്ള സംസാരം ഇനി ഉണ്ടാകരുത്. നീ എത്രയൊക്കെ അവനെ ന്യായീകരിച്ചാലും അവൻ ചെയ്ത തെറ്റ് തന്നെയാ. എൻ്റെ വീട്ടിൽ കയറി എൻ്റെ പെങ്ങളെ കയറി പിടിച്ച അവനെ ഞാൻ കൊല്ലാതെ വിട്ടത് അവന് ആവശ്യമുള്ളത് അവൾ തന്നെ കൊടുത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനി മേലിൽ അവനെ പറ്റിയൊരു സംസാരവുമായി എൻ്റെ അടുത്തേക്ക് വരരുത്, മനസ്സിലായോ? വിഷ്ണു ശ്രുതിയുടെ നേരെ രൂക്ഷമായി പറഞ്ഞതും അവൾ അവനെ നിന്ന് നോക്കി മൂളിയതേയുള്ളൂ. ബീച്ചിലെ സൈഡിലായുള്ള ബെഞ്ചിലിരുന്നുകൊണ്ട് രണ്ടുപേരും കൂടി സംസാരിക്കുകയായിരുന്നു. വിഷയം ശ്രുതിയും ദേവും തമ്മിലുള്ള വിവാഹം തന്നെ. അന്നത്തെ പ്രശ്നത്തോടെ വിവാഹം ഏകദേശം വേണ്ടെന്ന് വെച്ചതുപോലെയായിരുന്നു. വിഷ്ണു ഇടഞ്ഞു നിൽക്കുന്നത് കാരണം അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ട് വിഷ്ണുവിനെ അനുനയിപ്പിക്കാനായി ശ്രുതിയെ വിട്ടതാണ്. വിഷ്ണുവിനെ കണ്ട് ശ്രുതി ന്യായീകരിച്ച് പറഞ്ഞു തുടങ്ങിയതും അവൻ അവളുടെ നേരെ പൊട്ടിത്തെറിച്ചു. അവൻ്റെ മനസ്സിൽ ആ സമയം ദേവ് ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞ വാക്കുകളായിരുന്നു. സ്വന്തം പെങ്ങളെ കൂട്ടിക്കൊടുക്കാൻ പോലും മടിയില്ലാത്ത നിങ്ങൾ എൻ്റെ നേരെ കൈ പൊക്കിയാലുണ്ടല്ലോ, കാരണം അടിച്ചു പൊട്ടിക്കും ഞാൻ. ആ ഓർമ്മയിൽ അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. വിഷ്ണു, ശ്രുതി വിളിച്ച് കേട്ട് അവനൊന്ന് മൂളി. എന്നോട് ദേഷ്യമുണ്ടോ? എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ വിഷ്ണു, അതുകൊണ്ടാണ് ഞാൻ. അവൾ സങ്കടഭാവത്തോടെ പറയുന്ന കേട്ട് അവൻ നെറ്റിച്ചൊളിച്ചു. നിനക്കറിയില്ലേ വിഷ്ണു, ചേച്ചിയുടെ വിവാഹം കഴിയതേ നമ്മുടെ കാര്യം നടക്കില്ല. ചേച്ചിയാണെങ്കിൽ മാധവേട്ടനല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ദേവുവിനെ വിവാഹം കഴിപ്പിക്കാൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്. അവൾ സങ്കടം മുഖത്ത് വരുത്തി അവനെ ഒളിക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ മുഖത്ത് അലിവ് പടരുന്നതറിഞ്ഞ് അവൾ ചുണ്ടുകൊട്ടി ചിരിച്ചു. പ്ലീസ് വിഷ്ണു, നിന്നെ എനിക്ക് വേണം. അതിന് ഇതേയുള്ളൂ മാർഗം. സുധിയേട്ടൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല. ദേവ് സ്വന്തമാണെന്നുള്ള വിശ്വാസത്തിൽ ഏട്ടൻ അറിയാതെ സംഭവിച്ചതാ. അതിപ്പോൾ നീ എന്നെ കിസ് ചെയ്യാറില്ലേ, അങ്ങനെ കരുതിയാവും. പക്ഷെ ദേവുവിൻ്റെ മനസ്സിൽ മാധവേട്ടനായതുകൊണ്ട് ദേവുവിന് അതിഷ്ടപ്പെട്ടില്ല, അത്രയുള്ളൂ. അല്ലാതെ നീ കരുതുന്നത് പോലെ സുധിയേട്ടൻ അവളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഒരവസരം കിട്ടിയപ്പോൾ സുധിയേട്ടനെ ഒഴിവാക്കാനായി അവൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ. അവൻ അവളെ വിശ്വസിക്കുന്നുണ്ട് എന്ന് മനസ്സിലായതും ശ്രുതി ദേവുവിനെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയാൻ തുടങ്ങി. നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ചിലപ്പോൾ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന് കരുതിയായിരിക്കാം ശ്രുതി അവളെ തൊട്ടത്. പക്ഷെ അങ്ങനെ അവളെ തൊട്ടാൽ അത് അവളുടെ അനുവാദത്തോടെ ആയിരിക്കണം. ഞാൻ നിന്നെ കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ്, അല്ലാതെ നിന്റെ അനുവാദം ഇല്ലാതെ നിന്റെ വിരൽത്തുമ്പിൽ പോലും ഞാൻ സ്പർശിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ഇപ്പോൾ പറഞ്ഞ് ന്യായീകരണം ഇനി വേണ്ട. പിന്നെ അവൻ അറിയാതെ സംഭവിച്ചതാണെങ്കിൽ ഒരു ചാൻസ് കൂടി അവന് കൊടുക്കും. പക്ഷെ അത് ദേവുവിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ ആയിരിക്കണം. അവൾ അവനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചാൽ ഈ ബന്ധം മുന്നോട്ട് പോകും. എന്തായാലും സമയമുണ്ടല്ലോ. മാധവിൻ്റെയും ശ്രേയയുടെയും വിവാഹം കഴിഞ്ഞു നോക്കാം. അതുവരെ ഇതിനെക്കുറിച്ച് ഇനിയൊരു സംസാരം വേണ്ട, മനസ്സിലായോ? അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവൾ തികട്ടി വന്ന ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ഒന്ന് മൂളി. അവളുടെ ഇരുണ്ട മുഖം ഒന്ന് നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൻ ചേർത്ത് പിടിച്ചതിൻ്റെ അസ്വസ്ഥതയുടെ കടപ്പിൽ ഞെരിച്ചുകൊണ്ട് അവൾ ദൂരേക്ക് നോക്കിയിരുന്നു. വെളുപ്പിനെ തന്നെ പുറപ്പെട്ടതുകൊണ്ട് ദേവുവും ശിവയുമൊക്കെ നേരത്തെ തന്നെ ഗുരുവായൂരെത്തി. ദേവുവിന് നല്ല തലവേദനയായതുകൊണ്ട് തന്നെ ഹോട്ടലിൽ റൂം കിട്ടിയ ഉടൻ അവളും ശിവയും കൂടി ഫ്രഷായി ഫുഡും കഴിച്ച് കിടന്നുറങ്ങി. കുറച്ച് സമയം ഉറങ്ങിയതും ദേവുവിന് തലവേദന കുറഞ്ഞു. വൈകുന്നേരം ഹോട്ടലിൽ വെച്ച് തന്നെ ചെറിയൊരു റിസപ്ഷൻ ഒരുക്കിയിരുന്നു. ഹൽദിയും മെഹന്തിയും ഒക്കെ അപ്പം നടത്താൻ തീരുമാനിച്ചു. പിന്നെ എല്ലാവരും അതിനുള്ള ഒരുക്കത്തിലായി. മഞ്ഞയും വെള്ളയും ഗൗണിൽ ഒരുങ്ങി നിൽക്കുന്ന ശിവയെ ദേവു ഒരു പുഞ്ചിരിയോടെ നോക്കി.
സുന്ദരിയായിട്ടുണ്ട് എൻ്റെ ശിവക്കുട്ടി. ദേവ് അവളുടെ നെറുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും ശിവ അവളുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. ഈ ധാവണിയിൽ എൻ്റെ ദൈവവും സുന്ദരിയായി. ശിവ പറഞ്ഞതും ദേവ് അവളെ നോക്കിയെന്ന് ചിരിച്ചു. വെള്ളയിൽ ചെറിയ മഞ്ഞപ്പൂക്കളുള്ള ധാവണിയും മഞ്ഞ ഷാളുമായിരുന്നു ദേവുവിൻ്റെ വേഷം. മുടി ഇരുവശത്തു നിന്നും കുറച്ചെടുത്ത് ഒരു ക്രാമ്പിട്ടു. മുഖത്ത് സിമ്പിൾ മേക്കപ്പുമായിരുന്നു ദേവുവിൻ്റേത്. അല്പം കഴിഞ്ഞതും എല്ലാവരും ഹോട്ടലിൽ തന്നെ ഒരുക്കി ചെറിയ സ്റ്റേജിലേക്ക് പോയി. ഓരോരുത്തരായി വന്ന് ശിവയ്ക്ക് മഞ്ഞൾ തേച്ചു കൊടുത്തു. അതോടൊപ്പം ദേവുവിൻ്റെ മുഖത്തും മഞ്ഞൾ തേച്ചു. പിന്നെ എല്ലാവരും പരസ്പരം മഞ്ഞൾ തേച്ചുകൊണ്ട് ആ ചടങ്ങുകൾ ആഘോഷപൂർവ്വമാക്കി. ഇതിനിടയിൽ മാധവനെ ഒന്ന് കാണാൻ കഴിയാത്തതിൽ ദേവുവിന് അതിയായ വിഷമമുണ്ടായിരുന്നു. വന്ന ശേഷം ഒരു തവണ മാത്രമേ വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. തിരക്കായതുകൊണ്ട് നാളെ കല്യാണം കഴിഞ്ഞ് വിശദമായിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ തന്നെ ദേവും ശിവയും എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. കസവിൻ്റെ സെറ്റും കൊണ്ടും മെറൂൺ കളർ ബ്രോക്കേഡ് ബ്ലൗസും ധരിച്ച മിതമായ ആഭരണങ്ങൾ അണിഞ്ഞ് കല്യാണപ്പെണ്ണിൻ്റെ പ്രൗഢിയോടെ നിൽക്കുന്ന ശിവയെ ദേവു സന്തോഷത്തോടെ നോക്കി നിന്നു. നീ എന്താ അവിടെ നിൽക്കുന്നത്? റെഡിയാകുന്നില്ലേ? മാറി നിന്ന് തന്നെ നോക്കുന്ന ദേവുവിനെ നോക്കി ശിവ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചുകൊണ്ട് ശിവ അവൾക്ക് നൽകിയ ഒരു കവറും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. അകത്ത് കയറി ഡോർ ലോക്ക് ചെയ്ത ശേഷം കവറിൽ നിന്നും ഡ്രസ്സ് എടുത്തതും ദേവു ഒരു നിമിഷം അതിലേക്ക് നോക്കി നിന്നു. വീതിയുള്ള കസവ് കരയോട് കൂടിയ സെറ്റുമുണ്ടും അതിന് മാച്ചായ പച്ച കളർ ബ്രോക്കേഡ് ബ്ലൗസും സെറ്റുമുണ്ടിൻ്റെ നേരിയതിൽ മയിൽപ്പിലി പ്രിന്റ് ചെയ്തിരിക്കുന്നു. ഒരു നിമിഷം അതിലേക്ക് നോക്കുന്ന ദേവുവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അവൾ പതിയെ അതിൽ നിന്ന് വിരലൊഴിച്ചു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ ആ സെറ്റുമുണ്ടും മനോഹരമായി ഉടുത്തൊരുങ്ങി. പുറത്തേക്ക് വന്ന ദേവുവിനെ ശിവയും അവളുടെ അമ്മയും രാജിയും ഒക്കെ അതിശയത്തോടെ നോക്കി നിന്നു. അത്രയ്ക്ക് മനോഹരമായിരുന്നു അവളെ ആ വേഷത്തിൽ കാണാൻ. അവളെ കണ്ടതും രാജി ഒരു ചിരിയോടെ അവളെ പിടിച്ച് ഒരു ചെയറിലേക്ക് ഇരുത്തി. ശേഷം ഒരു ബോക്സ് തുറന്ന് അതിലുണ്ടായിരുന്ന കുറച്ച് ആഭരണങ്ങൾ എടുത്ത് അവളെ അണിയിച്ചു. ആഭരണങ്ങൾ അണിയിച്ച ശേഷം മുടി ഗജറ സ്റ്റൈൽ ഒതുക്കി കെട്ടി പൂ വെച്ച് കൊടുത്തു. മിതമായ മേക്കപ്പും ഇട്ട് കല്യാണ പെണ്ണിനെ പോലെ അവളെയും അണിയിച്ചൊരുക്കുമ്പോഴും അവൾ എതിർത്തൊരു വാക്ക് പോലും പറയാതെ ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കിയിരുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ദേവു? ഒരുക്കം കഴിഞ്ഞ് രാജിയും മറ്റ് സ്ത്രീകളും മറ്റു ആവശ്യങ്ങൾക്കായി അവിടെ നിന്നും പോയതും ശിവദേവുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. എന്ത് ചോദിക്കാൻ? അവളുടെ ചോദ്യം കേട്ട് ദേവു നെറ്റി ചൊളിച്ചു. അല്ല, ഇവിടെ നടക്കുന്നതൊക്കെ കണ്ടിട്ടും നിന്നിങ്ങനെ ഒരുക്കിയിട്ടും നിനക്കൊരു അത്ഭുതം തോന്നുന്നില്ലേ? ഇല്ല. ഇല്ലേ? ദേവുവിൻ്റെ മറുപടി കേട്ട് ശിവ സംശയത്തോടെ അവളെ നോക്കി. ഇല്ലെന്നേ. അപ്പോൾ നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ? എന്ത്? അല്ല, അത് പിന്നെ ദേവ് ചോദിച്ചതും ശിവ മറുപടി പറയാതെ ഇന്ന് പരങ്ങി. അത് പിന്നെ അത് ഇന്ന് നിൻ്റെ കൂടി ഇന്ന് എൻ്റെ കൂടി വിവാഹമാണെന്ന് അല്ലേ? അത് പറയുമ്പോൾ ശിവയുടെ തല കുനിഞ്ഞിരുന്നു. അറിയില്ലായിരുന്നു. അത് കേട്ടതും ശിവ നെറ്റി ചൊളിച്ചു. ഞാൻ പറഞ്ഞത് സത്യടി, നിനക്കൊന്നും അറിയില്ലായിരുന്നു. ദേ ഈ സാരി കണ്ടപ്പോൾ മാത്രമാണ് എനിക്കിന്ന് എൻ്റെ വിവാഹമാണെന്ന് മനസ്സിലായത്. അതെങ്ങനെ? ദേവ് പറഞ്ഞുകൊണ്ട് ശിവ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. ഇതൊരിക്കൽ കണ്ണേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിയ സാരിയാ. ഞങ്ങളുടെ കല്യാണത്തിന് ഈ സാരി എടുത്ത് മണ്ഡപത്തിൽ കയറണമെന്നായിരുന്നു കണ്ണേട്ടൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഇതേട്ടൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇന്നിത് കണ്ടതോടെ എനിക്ക് ഏകദേശം കാര്യങ്ങൾ കത്തി. പിന്നെ രാജ്യമ്മ ഇങ്ങനെ ഒരുക്കുന്നത് കൂടിയായപ്പോൾ ഫുൾ മനസ്സിലായി. അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞതും ശിവയും ആ പുഞ്ചിരിയിൽ ചേർന്നു. അപ്പോൾ നിനക്ക് വിഷമമൊന്നുമില്ലേ? എന്തിന്? നിന്നോട് പറയാതെ വിവാഹം തീരുമാനിച്ചതിന്? അതിന് അവളില്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. എൻ്റെ കാര്യത്തിൽ കണ്ണേട്ടൻ എടുക്കുന്ന ഏത് തീരുമാനവും എനിക്ക് സമ്മതമായിരിക്കും. ഒരിക്കലും ഞാൻ അതിനെ എതിർക്കില്ല ശിവ. ഒരു ചെറു പുഞ്ചിരിയോടെ ദേവ് പറഞ്ഞതും ശിവ അവളെ ഒരു നിമിഷം നോക്കിയിരുന്നു. അപ്പം നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റായ തീരുമാനം പുള്ളിക്കാരൻ എടുത്താലോ? അല്പസമയത്തിന് ശേഷം ശിവ ഒരു കുസൃതിയോടെ ചോദിച്ചതും ദേവു അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനവളൊന്ന് ഇളിച്ച് കാണിച്ചു കൊടുത്തു. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമ്പോൾ അല്ലേ, അതപ്പം നോക്കാം. ഒരിക്കലും അമ്മങ്ങനെ സംഭവിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ കേട്ടതും ശിവ ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. ഞാനും അറിഞ്ഞിരുന്നില്ലടി. ഇന്നലെ രാത്രിയാണ് എന്നോട് പറയുന്നത്. എന്നിട്ട് നീ അറിയരുതെന്ന് നിനക്കൊരു സർപ്രൈസ് തരാനെന്നും പറഞ്ഞു രാവിലെ തന്നെ ഹരിയേട്ടൻ ഈ സാരി കൊണ്ടുവന്ന് എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. എന്തായാലും എനിക്കൊത്തിരി സന്തോഷമായിടാ. ഒരുമിച്ച് കളിച്ചു വളർന്ന നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് വിവാഹിതരുമാകുന്നു. ഇതിൽ പരം ഒരു സന്തോഷം എന്തു വേണം? അവൾ ആവേശത്തോടെ പറഞ്ഞതും ദേവ് ഒരു ചിരിയോടെ അത് നോക്കി നിന്നു.
ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മാധവിൻ്റെ താലിക്കായി തല കുനിച്ചു കൊടുക്കുമ്പോൾ ദേവുവിൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി. ഒരിക്കലും ഈ താലി തന്നിൽ നിന്നും അകന്നു പോകരുതേ എന്നവൾ കൈകൂപ്പി പ്രാർത്ഥിച്ചു. താലിച്ചരടിൻ്റെ 3 കെട്ടും കെട്ടിയ ശേഷം സീമന്തരേഖ ചുവപ്പിക്കുമ്പോൾ അവൾ മുഖമുയർത്തി അവനെ നോക്കി. നിറഞ്ഞ പുഞ്ചിരിയുടെ സിന്ദൂരം തൊട്ട് കഴിഞ്ഞ ശേഷം അവൻ അവളുടെ നിറഞ്ഞൊഴുകിയ മിഴിനീർ തുടച്ചുകൊണ്ട് നിറകിൽ ചുണ്ടുകൾ ചേർത്തു. ആത്മനിർവൃത്തിയോടെ അവൾ ആ ചുംബനം സ്വീകരിച്ചു. എൻ്റെ പെണ്ണിന് സന്തോഷമായോ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചതും അവളുടെ മുഖത്ത് വിടർന്ന സന്തോഷം അവനൊരു ചിരിയോടെ നോക്കി നിന്നു. ഇതേ സമയം മാധവിനെ സ്വന്തമാക്കാനായി അവർക്കെതിരെ പുതിയ ഓരോ കരുക്കൾ നീക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ശത്രുക്കൾ.